ഞാനിവിടുത്തെ പുതിയ വേലക്കാരനാണല്ലേ? തമിഴ്നാട് ബംഗാളിയാ മോഡല് തമിഴ്നാട് அண்ணா இங்க ரங்கநாத முதலாளி எங்க போச்சு? എന്താ ഒന്നുകൂടി പറഞ്ഞു? അപ്പൊ മലയാളിയാണല്ലേ? ഈ വീട്ടിലെ കൊച്ചമ്മയുടെ ആങ്ങളെയാ ഞാൻ. എന്റെ അളിയനും പെങ്ങളും എവിടെ പോയി? മുതലാളി മോളിൽ ഫോൺ ചെയ്യ, കൊച്ചമ്മ ബാത്റൂമിൽ കിടന്ന് കുളിക്കുക. അതെങ്ങനെ തനിക്കറിയാം? എന്നോട് ആ റൂമിന്റെ പരിസരത്തേക്ക് അടുത്തിടത്തുമായിട്ടാ കൊച്ചമ്മ പോയത്. അങ്ങനെ എന്താ തന്റെ പേര്? ഗണേശ സുന്ദരൻ. മുതലാളിയുടെ അളിയനാണല്ലേ? മുതലാളിയുടെ ഭാഗ്യം. ഇതിനും വലുത് എന്തോ വരാണ്ടിരുന്നതാ. താൻ പോയി അളിയനോട് ദോഷം വന്നിരിക്കുന്നു പറ. അല്ല, ഇതാര്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ആ കാലഡോസ്കോപ്പ് കളിച്ചതിന് ശേഷം നിന്ന് തിരികെ നേരം കിട്ടിയിട്ടില്ല. 2-3 സ്ഥലത്ത് നാടൻ കളിച്ചു. നല്ല കാര്യം. ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങളിപ്പോ ഒരു പുതിയ സീരിയലിന്റെ വർക്കിലാണ്. ഓഹോ, സ്ക്രിപ്റ്റ് അടക്കം എല്ലാം ഓക്കെയാണ്. കുറച്ച് പണത്തിന്റെ കുറവുണ്ട്. സീരിയൽ പിടുത്തം പ്രതിസന്ധിയിലാണ്. എത്ര രൂപയുടെ കുറവുണ്ട്? വെറും 10 ലക്ഷം രൂപയുടെ കുറവ്. ഓഹോ, അപ്പോ സീരിയൽ മേഖലയെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് ശ്രമം അല്ലേ? അതെ. കഷ്ടപ്പെടാതെ ആരും ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. ഞങ്ങള് പണിയെടുത്ത് കുടുംബം പോറ്റേണ്ട സമയത്ത് ഒരു നാടകത്തിൽ കളിച്ചെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്ന നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കാൻ പോലും ലജ്ജ തോന്നും. ഞങ്ങള് വേണ്ട, ഈ കാര്യത്തിൽ എന്റെ യാതൊരു സഹകരണവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അളിയൻ കൂടി കൈയൊഴിഞ്ഞാ കേരളത്തിലെ അനേകം പുരുഷന്മാരുടെ ശാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഇവിടെ ഒരുത്തിയെ സഹിക്കുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ. എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മേ, നീ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു അമ്മേ.
ഒന്ന് ഫോൺ ചെയ്ത് പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കാമായിരുന്നു. ആ ഫോണിൽ ബാലൻസ് ഇല്ലായിരുന്നു. അതൊരു മുടന്തൻ ന്യായമാണ്. ഞാനും അന്യായൊന്നും എന്നെ ആരും പഠിപ്പിക്കണ്ട. എന്റെ കാര്യം നോക്കാനും എനിക്കറിയാം. അതെ, നിന്റെ കാര്യം നീ നന്നായി നോക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്ന ഈ വീടിനേക്കാൾ സ്വസ്ഥായിടം എനിക്ക് ഹോസ്റ്റലില്ലേ. ഞാൻ പോകാമേ. ന്യായമല്ലാത്ത അവന്റെ ആവശ്യങ്ങളെ ഞാൻ അവഗണിച്ചപ്പോ അതെല്ലാം നിറവേറ്റി കൊടുത്തുകൊണ്ട് നീ നീ ഒറ്റയെടുത്തിയാണ് അവനെ മനസ്സിലാക്കിയത്. നമ്മുടെ മോനല്ലേ അവന് വേണ്ടിയല്ലേ. നിർത്ത്. അമിതമായ സ്നേഹം കൊടുത്ത് ഒരു അച്ഛൻ എന്ന പരിഗണന എനിക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ന്യായീകരിക്കാൻ നിൽക്കുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യം. ഹലോ, ഇല്ലേ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ, അനാഥ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ കാര്യമല്ലേ? ഏയ്, ഒട്ടും പേര് വേണ്ട. ആ, നിങ്ങൾ ആ കോശി ഒന്ന് കണ്ടേക്ക്. കേസ് അദ്ദേഹം തരും. പിന്നെ ഞാൻ അന്നേ ദിവസം അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ഓക്കെ. ഹലോ വിൻസെന്റ്, ആ കേസ് ആ ജോസഫിന്റെ മകളോടെ അതെന്തായി? ആ, പിന്നെ താൻ ഉടനെ കൂശി വിളിച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നടന്നു ഞാൻ പറയാം. അനാഥാലയത്തിന്റെ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് കൊടുത്താൽ മതി എന്ന് പറയൂ. പിന്നെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങാണ്. എല്ലാ കാര്യത്തിലും തന്റെ ഒരു ശ്രദ്ധ വേണം. ഞാൻ സമയത്ത് എത്തും. ഓക്കെ. എന്താ? ആ, ഓക്കെ, സമ്മതിച്ചു. ആ, എന്നോട് വില പേശുന്നു.